പാലക്കാട് ചെർപ്പുളശ്ശേരി നഗരസഭാ അധ്യക്ഷന്റെ ഫോൺ സംഭാഷണം വിവാദത്തിൽ. വീട്ടിക്കാട് മലയിലെ ക്രഷർ യൂണിറ്റിൽ നിന്ന് പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണമാണ് പുറത്തായത്. ക്രഷറിൽ നിന്ന് പാർട്ടി പണം ആവശ്യപ്പെടണമെന്നും ഉത്സവ കമ്മിറ്റിക്ക് ലക്ഷങ്ങൾ നൽകിയതാണ് എന്നും സംഭാഷണത്തിൽ പറയുന്നു. CPM നേതാവും നഗരസഭാ അധ്യക്ഷനുമായ P. രാമചന്ദ്രനിൽ നിന്നാണ് ഫോൺ സംഭാഷണം ചോർന്നത്. പൈസ നമ്മളെടുത്ത് നമുക്ക് 1 ലക്ഷം രൂപ വണ്ടി കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല. 1 ലക്ഷം രൂപ നമ്മളെ പൈസ കുറച്ച് പൈസ നമുക്ക് അവർക്ക് ആ പൈസ വളരെ സുഖമായിട്ടുണ്ട്. പുറത്ത് വാങ്ങിയ ചെലവാകും ചെയ്യാം. ഒക്കെ അവിടുന്ന് പോരണേ. CPM ഇപ്പൊ പറഞ്ഞു ചെന്നിപ്പറയുടെ കേന്ദ്രം ഇപ്പൊ അത് നമ്മൾ പൂരം കമ്മിറ്റിക്ക് 5 ലക്ഷം രൂപ കൊടുക്കില്ല. 1 ലക്ഷം കൊടുക്കുക. 5 ലക്ഷം കൊടുത്തൂല്ലേ? 5 ലക്ഷം കൊടുക്കുക. 5 ലക്ഷം സന്തോഷം മാസം പോലെ വാങ്ങി 5 ലക്ഷം രൂപ. അതവിടെ ആള് പഠിപ്പിച്ചപ്പെട്ട പാർട്ടി പഠിക്കാനൊക്കെ പാർട്ടിയാണെന്ന് ഒത്താശിക്കൊണ്ട പഠിക്കാത്തേ ദാസനും. വിവരങ്ങളുമായി ചേർന്നത് അരുൺ ആലത്തൂരാണ്. അരുൺ, പലതരം തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉത്സവ കമ്മിറ്റിക്ക് ലക്ഷങ്ങൾ കൊടുത്തു. അതുകൊണ്ട് ക്രഷറിൽ നിന്ന് ആ പണം പിരിച്ചെടുക്കണം. നഗരസഭാ അധ്യക്ഷന്റെ ഫോൺ സംഭാഷണം ചെറുതല്ല. വിവരങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരി നഗരസഭാ അധ്യക്ഷനും ക്രഷർ വിരുദ്ധ സമരസമിതിയുടെ നേതാവ് കൂടെയായ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയാണ് ഈ രാമചന്ദ്രൻ എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ തന്നെ ഫോണിൽ നിന്ന് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ കോൾ റെക്കോർഡ് കൊടുക്കുകയും അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയറായി വരികയുമായിരുന്നു ഈ സംഭവം ചെയ്തത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു പൂര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ ക്രഷർ യൂണിറ്റിനെ സമീപിച്ചപ്പോൾ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ 5 ലക്ഷം രൂപ കൊടുക്കാതായപ്പോൾ അവർ കേസ് കൊടുക്കുമെന്നും മറ്റും ഭീഷണിപ്പെടുത്തിയതിന് ശേഷം പിന്നീട് തുക കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പാർട്ടിയും ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് CPMും അതുപോലെ തന്നെ ഈ നഗരസഭാ അധ്യക്ഷനുമൊക്കെ സമാന രീതിയിൽ ഇപ്പോൾ പാർട്ടിയെ ഈ ക്രഷർ യൂണിറ്റിനും മറ്റും ഭയമില്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കണം, ആളുകളിൽ നിന്ന് പണം വാങ്ങണം, ക്രഷർ യൂണിറ്റിൽ നിന്നും ഭീഷണിപ്പെടുത്തിയാണെങ്കിലും അവരിൽ നിന്ന് പണം വാങ്ങണം എന്ന തരത്തിലുള്ള ഒരു ധ്വനിയാണ് ഇദ്ദേഹത്തിൻ്റെ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നത്. പാർട്ടി 1 ലക്ഷം രൂപ ഫണ്ട് ആവശ്യപ്പെട്ടാൽ 2ൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങി കുറച്ച് പാർട്ടിക്കാർക്കും കുറച്ച് അക്കൗണ്ടിലേക്കും ബാക്കി തോന്നിയതുപോലെ നമുക്ക് ചെലവാക്കാമെന്നും ഇതെല്ലാം വരുന്നത് അവിടെ നിന്നാണ് എന്നും ചെയർമാൻ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ ക്രഷർ യൂണിറ്റുകളിൽ നിന്നും ക്വാറികളിൽ നിന്നുമൊക്കെ വ്യാപകമായിട്ട് ഇദ്ദേഹം പണം വാങ്ങുന്ന ആളാണോ, CPMും സമാനമായ രീതിയിൽ പണം തട്ടിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടെയുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ആരിൽ നിന്നൊക്കെ സമാന രീതിയിൽ ഭീഷണിപ്പെടുത്തിയും മറ്റുമൊക്കെ ഈ ക്രഷർ യൂണിറ്റുകളിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ടോ ഇദ്ദേഹവും CPMും എന്ന ഒരു ചോദ്യം BJPയും കോൺഗ്രസും ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. അതായത് അരുൺ, ഈ ക്രഷർ വിരുദ്ധ സമരസമിതി നേതാവിന്റെ ഫോൺ സംഭാഷണം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഫോൺ സംഭാഷണം നമുക്ക് മനസ്സിലാകുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതൊക്കെയോ ക്രഷർ യൂണിറ്റുകൾക്ക് ഇതുപോലെ പണം പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ആ സംഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ പൂര കമ്മിറ്റി മറ്റൊക്കെ 5 ലക്ഷം വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കും അതുപോലെ തന്നെ ഒരു പാർട്ടിയെ വിലയുണ്ടാവണം, പാർട്ടിയും ഭീഷണിപ്പെടുത്തിയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും പണം വാങ്ങണം എന്ന തരത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ രാമചന്ദ്രൻ പറയുന്നത് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മറ്റുള്ള ആളുകൾ ഇങ്ങനെ വാങ്ങിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതല്ലാതെ താൻ വാങ്ങിയെന്നോ പാർട്ടി വാങ്ങിയെന്നോ ഒന്നും ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് രാമചന്ദ്രൻ വിഷയത്തിൽ പറയുന്നത്. പക്ഷേ ശബ്ദ സന്ദേശം കേൾക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും കോൺഗ്രസും BJPയും ഉൾപ്പെടെ ആരോപിക്കുന്നത് ഈ CPMും അതുപോലെ തന്നെ ഈ നഗരസഭാ ചെയർമാനും അതുപോലെ തന്നെ ക്രഷർ വിരുദ്ധ സമരസമിതി നേതാവും കൂടെ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ട് പലയിടത്തു നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഭീഷണിപ്പെടുത്തിയും മറ്റുമൊക്കെ ഇങ്ങനെ പണം തട്ടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ചെർപ്പുളശ്ശേരി നഗരസഭാ അധ്യക്ഷന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വിവാദത്തിലാകുന്നത്. വീട്ടിക്കാട് മലയിലെ ക്രഷർ യൂണിറ്റിൽ നിന്ന് പണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണമാണ് ലീക്കായത്. ക്രഷറിൽ നിന്ന് പാർട്ടി പണം ആവശ്യപ്പെടണം. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഉത്സവ കമ്മിറ്റിക്ക് ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട്, അതൊക്കെ പിരിച്ചെടുക്കണം എന്ന രീതിയിലുള്ള സംഭാഷണമാണ് പുറത്ത് വന്നത്. CPM നേതാവും നഗരസഭാ അധ്യക്ഷനുമായ P. രാമചന്ദ്രനിൽ നിന്ന് തന്നെയാണ് ഫോൺ സംഭാഷണം ചോർന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അരുൺ ആലത്തൂരാണ്.